ആലത്തൂർ സബ് RTO ഓഫീസിൽ 68ാമത് മോട്ടോർ വാഹന വകുപ്പ് ദിനം ആചരിച്ചു. പുതുക്കുളങ്ങര മൈതാനത്ത് ജോയിന്റ് RTO KR രാജു ചടങ്ങിൽ പതാക ഉയർത്തി. അദ്ദേഹം പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത് സന്ദേശം നൽകി. കേരള സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിലെ ഒരംഗമെന്ന നിലയിൽ സത്യസന്ധമായും നിഷ്പക്ഷമായും ആത്മാർത്ഥമായും ജനസേവനം നടത്തുമെന്നും സ്വജനപ്രീതി വിദ്വേഷം 1958 മോട്ടോർ വാഹന വകുപ്പ് സ്വതന്ത്രമായി ആരംഭിക്കുന്നത്. അതിനു മുൻപ് മോട്ടോർ വാഹന വകുപ്പായിട്ടുണ്ടായിരുന്നില്ല. പകരം പോലീസിലെ ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ചേർന്നാണ് ഈ സംഭവങ്ങളെല്ലാം നടന്നിരുന്നത്. മോട്ടോർ വാഹന വകുപ്പ് തുടങ്ങിയതിന് ശേഷമാണ് വാഹനങ്ങൾക്ക് CF കൊടുക്കുന്നത്, അതുപോലെ തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നത്, റവന്യൂ സെപ്പറേറ്റ് വിങ്ങായി വർക്ക് ചെയ്യുന്നതെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം 2006 മോട്ടോർ വാഹന വകുപ്പ് പൂർണ്ണമായും കമ്പ്യൂട്ടറൈസേഷൻ നടത്തുകയുണ്ടായി. ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പാണ് കേരളത്തിലെ 2ാമത്തെ റവന്യൂ കളക്ട് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്രാവശ്യം ഈ വർഷം തന്നിട്ടുള്ള ടാർഗറ്റ് എന്ന് പറയുന്നത് 10,000 കോടി രൂപയാണ് മോട്ടോർ വാഹന വകുപ്പ് കളക്ട് ചെയ്യാനായിട്ട് തന്നിട്ടുള്ള ടാർഗറ്റ്. MVI സുരേഷ് K. വിജയൻ, AMVIമാരായ PT സനീഷ്, സോണി സോളമൻ, GOJ വാഴപ്പള്ളി എന്നിവർ സല്യൂട്ട് നൽകി. UTV ന്യൂസ്, പാലക്കാട്.